മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 2 ശമൂവേൽ 6:16 മുതൽ 23 വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. 2 ശമൂവേൽ chapter 6 verse 16 to 23. കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൗളിന്റെ മകൾ മിഖാൽ ജനൽ കൂടെ നോക്കി. ദാവീദ് രാജാവ് കർത്താവിന്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു. അവൾക്ക് നിന്ന തോന്നി. അവർ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദാവീദ് കർത്താവിന്റെ മുൻപിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും 1 കഷ്ണം മാംസവും 1 മുന്തിരിയുടെയും വീതം വിതരണം ചെയ്തു. പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ദാവീദ് മടങ്ങിച്ചെന്നു. സൗളിന്റെ മകൾ മിഖാൽ ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു. തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആപ്പാസിനെ പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? ദാവീദ് മിഖാലിനോട് പറഞ്ഞു, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിന് ജനമായ ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തെരഞ്ഞെടുത്ത കർത്താവിന്റെ മുൻപാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. കർത്താവിന്റെ മുമ്പിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതെ, കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുമ്പിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹവും നിന്ദിനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. സൗളിന്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. നമ്മിൽ പലരെയും വളരെ താണ നിലയിൽ നിന്ന് ദൈവം അത്ഭുതകരമായ വിധത്തിൽ ഉയർത്തി ഇന്നായിരിക്കുന്ന നിലയിൽ എത്തിച്ചതാണെന്ന് അല്പസമയം ചിന്തിച്ചാൽ വ്യക്തമാകും. പക്ഷെ നാം കഴിഞ്ഞ കാല നിലയെപ്പറ്റി ഓർക്കുവാനോ അത് സമ്മതിക്കുവാനോ തയ്യാറല്ല. ഇന്നുള്ള നിലയിൽ അഹംഭാവിക്കുകയും കൂടുതൽ കിട്ടാത്ത അതൃപ്തരാവുകയും ചെയ്യുന്നു. ഞാൻ ഏത് നിലയിലായിരുന്നെന്നും ഇന്നത്തെ നിലയിൽ എങ്ങനെ വന്നു എന്ന് ഓർക്കുന്നത് ആവശ്യമാണ്. മനുഷ്യ സഹായത്തിനപ്പുറമായ സ്വർഗീയകരം പ്രവർത്തിച്ചതിനാൽ ഇന്നത്തെ നിലയിൽ വരുവാനിടയായി. പേർഷ്യയിൽ ജീവിച്ചിരുന്ന ഡാറ എന്ന ആട്ടിടയനെ ചക്രവർത്തി ഒരു ജില്ലയുടെ ഭരണാധികാരിയായി നിയമിച്ചു. ഡാറ എവിടെ പോയാലും ഒരു പെട്ടി കൂടെ കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. ഡാറ സ്വന്തമായി രത്നങ്ങളും പണവും സമ്പാദിക്കുകയാണെന്നും എവിടെ പോയാലും സമ്പാദ്യപ്പെട്ടി കൂടെ കൊണ്ടുപോകുമെന്നും മറ്റു രാജസേവകർ രാജാവിനെ ധരിപ്പിച്ചു. വിവരമറിഞ്ഞ രാജാവ് വിവരം നേരിട്ട് അന്വേഷിക്കുവാനായി വന്നു. പെട്ടു തുറക്കുവാൻ കൽപ്പിച്ചു. മടിയോടെ ഡാറ പെട്ടു തുറന്നു. ആട്ടിടയനായി നടന്ന കാലത്ത് ധരിച്ച കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നു. ഞാൻ ആരായിരുന്നു എന്ന് ഓർക്കുന്നത് അഹങ്കാരം എന്നിൽ ഉണ്ടാകാതിരിക്കാനും ദൈവാനുഗ്രഹം ലഭിക്കാനും ആവശ്യമാണ് എന്ന് ഡാറ രാജാവിനെ ധരിപ്പിച്ചു. എന്നെ ദൈവം എവിടെ നിന്ന് ഉയർത്തിയെന്ന് ഓർമ്മ പുതുക്കുന്നവനാണ് ഭാഗ്യവാൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.